ശ്രുതിയുടെ കാമുകനെ പറ്റി അവളോട് ചോദിക്കുന്ന ജയസുധ. പരിഭ്രാന്തിയിലാകുന്ന സുദീപ്. തൻ്റേത് ഒരു ഇന്റർനെറ്റ് പ്രണയമായിരുന്നുവെന്നും കാര്യം സാധിച്ച് അയാൾ കടന്നു കളഞ്ഞതാണെന്നും ജയസുധയോട് പറയുന്ന ശ്രുതി ഒരു നല്ല പെണ്ണല്ലെന്നും അതുകൊണ്ട് അവളോട് അധികം അടുക്കാൻ പോകണ്ടെന്നും സുദീപിനോട് പറയുന്ന ജയസുധ. ഇഞ്ചക്ഷൻ എടുക്കുന്നതിനെ ചൊല്ലി ബഹളം വെക്കുന്ന സദാശിവൻ പിള്ള. ശ്രുതി അവിടേക്ക് വരുന്നു. അവൾ എല്ലാവരെയും അവിടെ നിന്ന് മാറ്റുന്നു. ജയസുധയും സുദീപും തമ്മിലുള്ള കല്യാണം നടക്കാൻ പാടില്ലെന്ന് പറയുന്ന സദാശിവൻ പിള്ള. ഈ കല്യാണം നടന്നില്ലെങ്കിൽ താനും കുഞ്ഞും പിന്നെ ജീവനോടെ ഉണ്ടാകില്ലെന്ന് പറയുന്ന ശ്രുതി. ഇനി തുടർന്ന് കാണുക. ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ദൂരത്തേക്ക് ഞാൻ പോവും. എന്റെ കുഞ്ഞും ഇല്ലാതാവും. ഞാൻ ഈ ലോകത്തുനിന്ന് തന്നെ. ഇനിയൊരക്ഷരമുണ്ടരുത്. എന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാ മതി. അച്ഛനത് ബോധ്യാവും. അതല്ല, എന്റെ കുഞ്ഞിനെങ്കിലും വേണമെങ്കിൽ ഞാൻ പറയുന്ന കേൾക്കണം. എന്ത് ത്യാഗം സഹിച്ചു ഞാനതിനെ പ്രസവിച്ച അച്ഛന്റെ കയ്യിൽ തന്നിട്ടേ പോവൂ. ഇതിന്റെ വാക്കാച്ച, എന്റെ വാക്ക. ആ കുഞ്ഞിനെങ്കിലും വേണമെങ്കിൽ അച്ഛനെ ഭ്രാന്തുകളിൽ നിർത്തണം. പറ്റോ? പറ, പറ്റോ അച്ഛന്? ഇതാച്ച ശരി. ഇത് മാത്ര ശരി. അച്ഛൻ വേറൊന്നും ചിന്തിക്കണ്ട. അച്ഛനച്ഛന്റെ പേരക്കുട്ടിയെ മാത്രം ചിന്തിച്ചാ മതി. അത് മാത്രം ചിന്തിച്ചാ മതി. ആരാ മോളെ ഉള്ളത്? എന്നെ ആരും ഓർക്കാതിരുന്നാ മതി. എന്നെ മറന്നാ മതി. രവി സാർ, അച്ഛനിപ്പോ കുഴപ്പമൊന്നുമില്ല. ആ പാവം സമാധാനമായി അവിടെ നിന്ന് കിടന്നോട്ടെ. അമ്മേ, മോളെ, അമ്മയൊന്ന് അച്ഛനടുത്തേക്ക് ചെല്ല്. എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ വേണോ ചോദിക്കേ. കുഴപ്പമൊന്നുമില്ല രവി. നോർമലാണെങ്കിൽ അതാ നല്ലത്. പ്രൊവോക്ക് ചെയ്യണ്ട. ടാബ്ലറ്റ്സ് ഒക്കെ തന്നിട്ടില്ലേ, അത് മുടങ്ങാതെ കൊടുത്താൽ മതി. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നേക്ക്. ഓക്കെ? ശരി ഡോക്ടർ. പിള്ളച്ചേട്ടാ, പിള്ളച്ചേട്ടാ,
ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ ഏലക്ക ഇട്ടൊരു ചായ എടുക്കട്ടെ, ചൂടോടെ. ഇഷ്ടപ്പെട്ട റസ്കും ഉണ്ട്, ഞാനത് കൊണ്ടുവരട്ടെ? ഞാൻ എടുത്തോണ്ട് വരട്ടെ? സുധി, ഞങ്ങളാ നിന്നോട് കടപ്പെട്ടിരിക്കുന്നത്. യാതൊരു രക്തബന്ധമില്ലാത്ത നീ അച്ഛനോട് കാണിക്കുന്ന സ്നേഹവും പരിചരണവും കാണുമ്പോൾ മക്കളായ ഞങ്ങൾ പോലും മാറി നിൽക്കുക. ഞാനൊരു മനുഷ്യനല്ലേ, തലയ്ക്കകത്ത് ഒരുപാട് ചിന്തകളും കാര്യങ്ങളും വരുമ്പോൾ ഞാനും ചിലപ്പോൾ നിയന്ത്രണം വിട്ടു പോകുന്നത് ഞാൻ അറിയുന്നുണ്ട്. ചില നേരം ആകെ നിയന്ത്രണം തെറ്റും. എന്തു ചെയ്യാനാ? രാവിലെ ശ്രുതിയുടെ വാക്ക് കേട്ട് ശ്രുതിയെ കൊണ്ട് അച്ഛനോടൊന്ന് സംസാരിപ്പിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥ ഒഴിവാക്കായിരുന്നു. അച്ഛൻ കൈവിട്ടു പോകുന്നുള്ള പേടിയാ സുധി. സുധിക്കൊന്നും അറിയില്ലല്ലോ, ഒരുപാട് പ്രാർത്ഥനകളും നേർച്ചകളും നേർന്ന അച്ഛനെ ഞങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അമ്മയുടെ മരണശേഷം അച്ഛനെ നഷ്ടപ്പെടുമെന്ന് ഭയന്നിരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് അതിലും കൂടുതലാ. അപ്പൊ ഡോക്ടറില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. മരുന്നുകൊണ്ട് ചെയ്യാവുന്നത് മരുന്നിനല്ലേ കഴിയൂ. അച്ഛനെ എല്ലാവരെയും ഇഷ്ടമാണ്, രവി സാറിനെയും സുദീപ് സാറിനെയും സബിതേച്ചിയും എല്ലാവരെയും. അച്ഛനൊരു രോഗിയൊന്നുമല്ല. നമ്മൾ കുറച്ചുകൂടെ സ്നേഹത്തോടെ നോക്കിയാൽ അച്ഛൻ നോർമലാവും. ഒരെത്തും പിടിയും കിട്ടുന്നില്ല. മക്കളെ അതിരുവിട്ട് സ്നേഹിച്ച ആളാ അച്ഛൻ, പ്രത്യേകിച്ച് പൊടിമോനെ. അവനെ ഈ കുടുംബത്തിന്റെ നാഥനായിട്ട് പോലും അച്ഛൻ കണ്ടിട്ടുണ്ട്. ഇപ്പോ അവന്റെ മേലിൽ വിശ്വാസം തീരെയില്ല. അവന്റെ പ്രവൃത്തികളും അച്ഛന് താങ്ങാൻ പറ്റാത്തതായി. അവനെ കാണുന്നത് പോലും അച്ഛന് വെറുപ്പാ. ഞങ്ങൾക്ക് അച്ഛനോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ സുധി? ഞങ്ങളുടെ സ്നേഹത്തെക്കാൾ ഉപരി ഇപ്പൊ അച്ഛന് വേണ്ടത് ശ്രുതിയുടെ സ്നേഹവും പരിചരണവും. സുധി അച്ഛൻ മകളായിട്ട് തന്നെ സ്വീകരിച്ചിരിക്കുക. ഇപ്പൊ സുധിയെ കഴിഞ്ഞിട്ടേ വേറെ ആരും ഉള്ളൂ, സ്വന്തം മക്കള് പോലും. അത് കാണുമ്പോഴാ ഞങ്ങൾക്ക് സന്തോഷം. നീ ഇപ്പോ ഞങ്ങളുടെ കുടുംബമായതുപോലെയാ ഞങ്ങൾക്ക് തോന്നുന്നത്. സുരഭിയുടെ അനുജത്തിയാണെന്ന് വെറുതെ പറഞ്ഞു പറഞ്ഞ് നീ ഇപ്പോ ഞങ്ങളുടെ അനുജത്തിയായി. ഞങ്ങള് കരുതിയിരുന്നത് നീയാ ഈ വീടിന്റെ സമാധാനക്കേടുന്ന. ഇപ്പൊ മനസ്സിലായി, നീയാ ഈ വീടിന്റെ സമാധാനം. എനിക്കിപ്പോ ഈ വീടിന്റെ സമാധാനമാ പ്രധാനം. ശാന്തമായി സന്തോഷത്തോടെ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കണം. അതിൽ കവിഞ്ഞൊന്നും എന്റെ ചിന്തയിൽ ഇപ്പൊ ഇല്ല. പക്ഷെ ശ്രുതി ജയസുധരെ വീട്ടിൽ പോയി പറഞ്ഞ കാര്യങ്ങള് ഞങ്ങൾക്കൊരു സൂചന പോലും തരാതെ പെട്ടെന്നെല്ലാം അങ്ങോട്ട് പറഞ്ഞപ്പോ, ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് നിനക്കുണ്ടാവുന്ന ഡാമേജ് പോലും ഓർക്കാതെ എല്ലാം അങ്ങോട്ട് വിളിച്ചു പറഞ്ഞപ്പോ നിന്റെ വ്യക്തിത്വത്തെ തകർത്തുകൊണ്ട് സംസാരിക്കണമായിരുന്നോ ശ്രുതി? എന്ത് വ്യക്തിത്വം ചേച്ചി? ദീപം കത്തുമ്പോഴേ അതിന് വെളിച്ചവും ഭംഗിയൊക്കെ ഉള്ളൂ. അതണഞ്ഞ് കരിന്തിരി എറിയുമ്പോ ദുശകനോ. കള്ളങ്ങളിൽ നിന്ന് കള്ളങ്ങളിലേക്ക് ജീവിക്കാൻ എനിക്ക് വയ്യ. നിങ്ങൾ പറഞ്ഞ പോലെ ആ ഫ്ലാറ്റിലേക്ക് മാറാൻ പോവാണെന്ന് പറയാനാ പോയത്.
പക്ഷെ കഴിഞ്ഞില്ല. പിന്നെ ഒരു കള്ളം പറയണം. ജയകൃഷ്ണൻ വരുമെന്നോ സുരഭി വരുമെന്നോ ഒക്കെ. അത് പറയാൻ തോന്നിയില്ല. അല്ലെങ്കിൽ ആരോ ഉള്ളിലിരുന്ന് പറയിച്ചില്ല. ചിലപ്പോ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ സത്യമായിരിക്കും. എന്റെ കള്ളങ്ങളൊന്നും അതിന്റെ നെറുകയിൽ ഒരു ശാപമായി തീരണ്ട. അവനെ ഇവിടെ ആരും ശപിക്കണ്ട. ശ്രുതി അത് പറഞ്ഞത് നന്നായി. വലിയൊരു ഭാരം തലേന്ന് ഇറക്കി വെച്ചതുപോലെ തോന്നുക. അതുകൊണ്ടായിരിക്കണം കാര്യങ്ങൾക്കൊരു തീരുമാനമായത്. അങ്ങനെയാണെങ്കിൽ അമ്മയും അച്ഛനുമായിട്ട് ശ്രുതി അത്ര അടുപ്പത്തിലല്ലേ? പിന്നെന്തിനാ നമ്മൾ തമ്മിലുള്ള കണ്ടീഷൻ അവരെയും വിളിക്കുന്നത്? ജയസുധയോടും ഭാനുവേട്ടനോടും പറയാമെങ്കിൽ പിന്നെ നമ്മുടെ അച്ഛനും അമ്മയോടും പറഞ്ഞൂടെ? ഞങ്ങളുടെയും ശ്രുതിയുടെ ഉള്ളിലുള്ള അവസാനത്തെ കള്ളങ്ങ് തുറന്നു പറഞ്ഞൂടെ? അതിപ്പോ വേണ്ട. അതിനൊരു സ്ഥലം വരും, സമയം വരും. ഇപ്പൊ അത് മാത്രം ഒരു കള്ളമായിട്ട് അങ്ങനെ കിടക്കട്ടെ. അച്ഛന്റെ മനസ്സ് നമ്മളായിട്ട് ഒലിക്കണ്ട. സമയാവുമ്പോ അത് ഞാൻ തന്നെ പറഞ്ഞോളാം. എന്റെ കുഞ്ഞിനെ ഏൽപ്പിച്ച് പോയ ശേഷം അപ്പൊ നിങ്ങളുടെ മുന്നിലൊരു ചോദ്യചിഹ്നമായി എന്റെ കുഞ്ഞ് കാണും. അപ്പൊ അച്ഛനും അമ്മയും ഒരു ചോദ്യം ചോദിക്കും, ഈ കുഞ്ഞ് ആരുടെയാണെന്ന്. അപ്പൊ പറയാനൊരു കള്ളം. അത് മാത്രം കണ്ടുവച്ചാ മതി നിങ്ങൾ. പിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് മാറി നിങ്ങൾ പറഞ്ഞ ഫ്ലാറ്റിലേക്ക് മാറാന്ന് തന്നെ തീരുമാനിച്ചതാ. ഇപ്പോഴും എന്റെ മനസ്സിൽ ആ തീരുമാനം തന്നെയാ. നിങ്ങളെല്ലാവരും ആവശ്യപ്പെടുന്നോണ്ട് മാത്രം ഇപ്പോഴും ഞാനിവിടെ നിൽക്കുന്നത്. കല്യാണം അടുത്ത് വരുന്നോണ്ട് നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മാറി താമസിക്കാൻ ഒരു സൗകര്യം നിങ്ങൾ ഒരുക്കി തരണം. ഇതൊരു റിക്വസ്റ്റാ. അത് വേണ്ട ശ്രുതി. ശ്രുതി കാരണം ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നവുമില്ല. അതുമാത്രമല്ല, അച്ഛന്റെ മനസ്സ് ഇതുപോലെ തന്നെ നിൽക്കണമെങ്കിൽ ശ്രുതി ഇവിടെ തന്നെ വേണം. അത് ഞങ്ങളുടെ റിക്വസ്റ്റാ. ശ്രുതി മറിച്ചൊന്നും ആലോചിക്കരുത്. ഇതിപ്പം നിങ്ങളുടെ തീരുമാനാ. പക്ഷെ ഒരു പെൺകുട്ടി വലതുകാലം വെച്ച് കയറി വരാൻ ഇനി അധിക ദിവസമില്ല. അപ്പൊ അവൾക്കൊരു തീരുമാനം ഉണ്ടാവും. അതുവരെ ഞാനിവിടെ നിൽക്കണം. ഇതൊക്കെ വെറുതെ കാട് കയറി ചിന്തിക്കുന്നതാ. ശ്രുതി ഇവിടെ നിൽക്കുന്നതില് ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല. ജയസുധ ഉൾപ്പെടെ സമ്മതിച്ചതല്ലേ. ജയസുധ ഇപ്പൊ ഇവിടെ വന്നപ്പോ ശ്രുതിയെക്കുറിച്ച് എത്ര സന്തോഷമായിട്ട് സംസാരിച്ചിട്ട് പോയത്. അത് ശ്രുതി കണ്ടതല്ലേ. എന്താ ആലോചിക്കുന്നത്? എന്റെ മനസ്സിൽ വേറെ ചില സംശയങ്ങൾ പൊങ്ങി വരിക. നമ്മുടെ തീരുമാനങ്ങൾക്ക് മുകളിൽ ഇന്നലെ വന്നു കയറിയ ശ്രുതിയുടെ തീരുമാനങ്ങൾക്ക് വിലയുണ്ട് ഈ വീട്ടില്. അച്ഛൻ തന്നെ മിണ്ടായിരിക്കുന്ന കണ്ടില്ലേ? പൊടിമോൻ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞോ? രവി എന്തേ പറഞ്ഞു വരുന്നത്? ഒരു പെൺകുട്ടിയും ഈ വക കാര്യങ്ങൾ ഇങ്ങനെ തുറന്നു പറയില്ല. എല്ലാം തുറന്നു പറഞ്ഞിട്ടും ഈ ശ്രുതി ആരാന്ന് ഇപ്പോഴും നമുക്കറിയില്ല. ഈ നിമിഷം വരെ
അവളത് മാത്രം നമ്മളോട് പറഞ്ഞിട്ടില്ല. അവളുടെ പേരൻസിനെ കുറിച്ചോ അവളെ ചതിച്ചിട്ട് പോയ ആളെ കുറിച്ചോ അവൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോ അതാണ് എൻ്റെ പേടി. നമ്മൾ ഇത്ര ആഗ്രഹിച്ച് ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് അവളുടെ കുഞ്ഞിന് ജന്മം കൊടുത്ത യഥാർത്ഥ അവകാശി ഇരുളിൽ എവിടെയോ മറഞ്ഞിരിക്കുക. ആ മറ നീക്കി അവൻ എപ്പോൾ വേണമെങ്കിലും പുറത്തു വന്നൂടെ? അവളുടെ കുഞ്ഞിന് ജന്മം കൊടുത്ത യഥാർത്ഥ അവകാശി ഇരുളിൽ എവിടെയോ മറഞ്ഞിരിക്കുക. ആ മറ നീക്കി അവൻ എപ്പോൾ വേണമെങ്കിലും പുറത്തു വന്നൂടെ? അറിയില്ല. അരുൺ തോമസാ, ബാസവി. ആ ശ്രുതിയുണ്ടോ അമ്മച്ചി? ആ ഉണ്ടുണ്ട്, അകത്തുണ്ട്. ഒന്ന് വിളിക്കോ? ആ വിളിക്കാം. കയറിയിരിക്കേ. ആ ആ പിള്ള സാറേ, ദേ എന്തൊട്ട് വിശേഷങ്ങൾ? കുറേ ആയല്ലോ കണ്ടിട്ട്. സുഖല്ലേ? നമ്മുടെ സുദീപിന്റെ വീട് പണിയൊക്കെ നമ്മൾ തുടങ്ങാൻ തീരുമാനിച്ചുട്ടാ. കണിയാനൊക്കെ ഉണ്ട്, ഒരു തീയതി മുഹൂർത്തമൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. എന്ത് കണിയാൻ? ഹേയ്, നമ്മുടെ കണിയാൻ വേണ്ടേ ഈ ഭൂമി പൂജയൊക്കെ നടത്തണമെങ്കിൽ? അത് നിങ്ങളുടെ ഒരു ആചാരമല്ലേ, നമ്മുടെ ഒരു പതിവാണ്. ഞാനൊരു നസ്രാണിയാണെങ്കിലും ഈ ഹിന്ദു ആചാരപ്രകാരമുള്ള പൂജകളും കർമ്മങ്ങളൊക്കെയാണ് എനിക്കിഷ്ടം. നമ്മുടെ കണിയാനെ കൊണ്ട് ചെയ്യിക്കുന്നതിനേക്കാളും നല്ലത് വീട് വയ്ക്കുന്ന ആളുടെ പിതാവിനെ കൊണ്ട് ചെയ്യിക്കുന്നല്ലേ. നമ്മുടെ സുദീപിൻ്റെ ഭൂമി പൂജ പിള്ള സാരങ്ങൾ നടത്തിയ അതല്ലേ അതിൻ്റെ ഒരു ശരി. ഒക്കെ മുകളിലിരിക്കുന്നവൻ തീരുമാനിക്കേണ്ടതല്ലേ ആരെന്ത് ചെയ്യണമെന്നും ചെയ്യണ്ടെന്നും. ആ ഹായ് അരുൺ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഈ ഭൂമി പൂജയുടെ കാര്യങ്ങളൊക്കെ പിള്ള സാറിനോട് സംസാരിക്കായിരുന്നു. പിള്ള സാറിനെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കും നല്ലതെന്ന് സാറിനോട് പറയായിരുന്നു. അത് നമുക്ക് സുദീപിനോട് സംസാരിക്കാം. ആര് ചെയ്താലും അതിനകത്ത് വാഴുന്നവര് നന്നായിരിക്കണം, ഐശ്വര്യമായിരിക്കണം. അത് ശരിയാ. വാഴുന്നവന് നന്മയുണ്ടാകണമെങ്കിൽ അതിൽ വാഴാൻ പോകുന്നവനും മനസ്സിൽ നന്മ വേണം. അതില്ലാത്തവന് എന്ത് നന്മയുണ്ടാവാൻ? അതൊക്കെ ഉണ്ടാവും സാറേ, സാറ് വന്നാൽ മതി. മണ്ണും പെണ്ണും ദൈവമാണ് സാറേ. അതിനെ പൂജിക്കാത്തവനും വണങ്ങാത്തവനും ദൈവത്തെ നിന്ദിക്കുന്നവനാണ്. അതില്ലാത്തവന് എന്തു ഭൂമി പൂജ? സാറ് വേറെ ആരെ കൊണ്ടേലും ജയിച്ചാ മതി. ഞാനൊരു ഐശ്വര്യക്കേടാ, അതെൻ്റെ മക്കൾക്കും അറിയാം. ഞാനിങ്ങോട്ട് പോരുന്നതിന് മുമ്പ് ശ്രുതിയെ വിളിച്ചിരുന്നല്ലോ.
കിട്ടിയില്ല. സ്വിച്ച് ഓഫ് ആയിരുന്നു. കുറച്ച് കല്യാണത്തിരക്കൊക്കെ ആയിരുന്നു. അതിന്റെ ഓട്ടത്തിലായിരുന്നു ഞങ്ങള്. ശ്രുതി ലീവ് പറഞ്ഞില്ലായിരുന്നോ? ആ, പറഞ്ഞിരുന്നു. ഡോ, താനൊന്നും ഇങ്ങോട്ട് വന്നേ. 1-2 ഒഫീഷ്യൽ കാര്യങ്ങൾ പറയാറുണ്ട്. ചെറിയ ഇഷ്യൂസാ, അത് ശ്രുതി വന്നാലേ സോൾവ് ആവുള്ളൂ. താനൊന്നും ഇങ്ങോട്ട് വന്നേ, എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത് സംസാരിക്കാനോ? ഡോ, എനിക്ക് സംസാരിച്ചേ പറ്റുള്ളൂ. ഡോ, എനിക്ക് സംസാരിക്കണമെന്ന്. താൻ എൻ്റെ അടുത്ത് പുറത്തേക്ക് വരണം. സാറ് പോയിക്കോ, ഞാൻ എത്തിക്കോളാം. എൻ്റെ കാറിൽ കയറിയ ആരും പിടിച്ചു വിഴുങ്ങുന്നില്ല. പിന്നെ എൻ്റെ കാർ ആരെയും പീഡിപ്പിക്കൂല. താൻ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വന്നേ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. പോയിട്ട് പാടോ.